ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ടൻ വിത്ത് കുട്ടനിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു ദം ബിരിയാണിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഫ്ലെയിം ഓണാക്കി പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്ക 8, പട്ട ചെറിയ കഷ്ണം 4, കുറച്ച് ഗ്രാമ്പ്, ആവശ്യത്തിന് കറിവേപ്പില, വലിയ ജീരകം ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാവേ. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന 4 സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയ സവാളയിലേക്ക് 1.5 കിലോ ചിക്കൻ ഇട്ടതിന് ശേഷം 5 മിനിറ്റ് തിരിച്ചു മറിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി നമുക്ക് നന്നായി ഇളക്കിയെടുക്കാവേ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ചിക്കൻ മസാല 2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂൺ ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് വീണ്ടും വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഈ ഇറച്ചിയിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതെ, ഈ ചിക്കൻ വേവുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബിരിയാണി റൈസ് തയ്യാറാക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു കുഴിവുള്ള പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഗ്രാമ്പ്, പട്ട, ബേ ലീഫ്, ജാതിക്ക എന്നിവ ഇട്ടതിന് ശേഷം 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് നന്നായി തിളപ്പിക്കാവേ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. അതെ, ഞാനിവിടെ 3 ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കഴുകി കുതിർത്ത ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് വേവാനെടുത്ത ടൈം എനിക്ക് 10 മിനിറ്റാണ്. നമുക്കിനി എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലേക്ക് ഈ റൈസ് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാനെടുത്ത പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായതിനു ശേഷം കുറച്ച് റൈസ് ഇടുക. നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ അതിന് മുകളിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഈ ചിക്കൻ കറിയിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലും പൈനാപ്പിൾ എസൻസും വാനില എസൻസും ഒഴിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് കോരി മാറ്റി വെച്ച കാഷ്യൂ നട്ട്സും സവാളയും ഉണക്കമുന്തിരിയും ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ദം ചെയ്യാനെടുത്ത ടൈം 5 മിനിറ്റാണ്. മൂടി വെച്ച് ദം ചെയ്യാം. വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടപരവുമായ ഒരു ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ.